തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരം തരികയാണ്. പ്രതീക്ഷയോടെ നമുക്ക് തിരുവചനത്തിലെ കൊച്ചു കൊച്ചു ഭാഗങ്ങളിൽ നിന്ന് പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്ത് കിടക്കുന്ന ആത്മീക സന്ദേശങ്ങൾ ഓരോ ദിവസത്തേക്ക് ആവശ്യമായത് കർത്താവിൻ്റെ ആർദ്ര കരുണയാൽ നമുക്ക് വേണ്ടി നമ്മളോടെന്ന വണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനൊരു മീഡിയയിലൂടെ നമ്മുടെ അടുക്കലെത്തിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത എത്രയോ പേർക്ക് ആശ്വാസമാണ്, ആനന്ദമാണ്, ധൈര്യമാണ്. മനസ്സിടിഞ്ഞ തളർന്ന വേളകളിൽ ദൈവം എന്നോട് തന്നെ സംസാരിക്കുന്നു എന്ന് ബോധ്യപ്പെടത്തക്ക രീതിയിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന വിശ്വസ്തതയുടെ നിമിഷങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്നു. ആ അനുഭവങ്ങളുടെ സകല മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഇന്നും മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാപിച്ച ഒരാത്മീക ചിന്ത കൊച്ചൊരു വാചകത്തിൽ നിന്ന്, തിരുവെഴുത്തിൽ നിന്ന് നിങ്ങളെ ബോധിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ഉത്തരവാദിത്തപ്പെടുകയാണ്. പ്രതീക്ഷയോടെ വചനകേൾവിക്ക് വേണ്ടി ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്ന നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ അരിമനാഥനും രക്ഷകനും വചനത്തിൻ്റെ ആളത്വത്തിൻ്റെ പൂർണ്ണതയായ മഹാദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് നമുക്ക് കിടക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 28-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി. ദാനിയേൽ എന്ന ഞാനോ എൻ്റെ വിചാരങ്ങളാൽ അത്യന്തം പരവശനായി, എൻ്റെ മുഖഭാവവും മാറി. എങ്കിലും ഞാൻ ആ കാര്യം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി. ദാനിയേൽ പ്രവചനം രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാണെന്ന് മുൻകാലങ്ങളിൽ ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരേടെടുത്ത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചിന്തയായി പങ്കുവെച്ച നിമിഷത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടിയെങ്കിലും ഓർപ്പിക്കുകയാണ്, ഈ പ്രവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാണ്. കാലാകാലങ്ങളിൽ ഏത് തരത്തിലെ ഭരണമായിരിക്കണം ലോകത്തിൽ ഏറ്റവും മികച്ചു നിൽക്കേണ്ടത്, ആ ഭരണത്തിൻ്റെ കേന്ദ്രം എവിടായിരിക്കണം, ആ ഭരണത്തിൻ്റെ രീതി എന്തായിരിക്കണം എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. പ്രധാനമായും ലോകരാഷ്ട്രങ്ങൾ, ലോകത്തെ കീഴടക്കിയ സാമ്രാജ്യങ്ങൾ, ഈ സാമ്രാജ്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളും ഇനി വരാനിരിക്കുന്ന കാലത്ത് എതിർ ക്രിസ്തു ഈ ലോകത്തിൽ ഭരിക്കുമെന്നുള്ള സൂചന, അതിൻ്റെ തനതായ വിശദീകരണം, അതിനുമപ്പുറം ദാവീദിൻ്റെ പുത്രനായിരിക്കുന്ന മശിഹാ തമ്പുരാൻ യെരൂശലേമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകം ഭരിക്കുന്ന ഒരു വലിയ കാലഘട്ടം, ഇതെല്ലാം പൂർവ്വകാലത്ത് വെളിപ്പെട്ടതനുസരിച്ച് ദൈവജനത്തെ അറിയിപ്പിക്കാൻ ദൈവം നിയുക്തനാക്കിയ പ്രവാചകനാണ് ദാനിയേൽ. അദ്ദേഹം പ്രവാസകാലത്ത് പഴയ ബാബിലോണിലും മേദ്യ പേർഷ്യൻ സാമ്രാജ്യത്തിലൊക്കെ ആയിരുന്ന സന്ദർഭങ്ങളിൽ ആ വേളയിലെല്ലാം അദ്ദേഹത്തിന് ലഭിച്ച ആത്മീക വെളിപ്പാടുകൾ ക്രോഡീകരിച്ച് പരിശുദ്ധ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വ്യാഖ്യാനിച്ചും ഗ്രഹിച്ചും എടുക്കേണ്ട പ്രവചന ഗ്രന്ഥമാണ് ദാനിയേൽ പ്രവചനം. ഇപ്പോൾ നമ്മൾ വായിച്ച 7-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ സുന്ദരമായിരിക്കുന്ന ഒരു വാചകമാണ് എഴുതിയിരിക്കുന്നത്. 7-ാം അധ്യായത്തിന് ശേഷവും ദാനിയേൽ പ്രവചനത്തിൽ അധ്യായങ്ങൾ ബാക്കിയുണ്ടെങ്കിലും ഒരു വലിയ സംഭവ പരമ്പരയുടെ പര്യവസാനം എന്ന വണ്ണമാണ് 7-28 സൂചന കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. എതിർക്രിസ്തു ലോകത്തെ വാഴുന്നു. ആ എതിർക്രിസ്തു ഭരണകൂടത്തിൽ ഇരുന്നു കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. രാഷ്ട്രങ്ങളെ മുഴുവൻ കൂട്ടിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ചെയ്തെടുക്കാൻ നോക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, മനുഷ്യനുപദ്രവവും ആത്മീയതയ്ക്ക് അധപ്പതനവും സമ്മാനിച്ചുകൊണ്ട് ഏകദേശം 7 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന സന്ദർഭത്തെയാണ് ദാനിയേൽ ഇവിടെ വീക്ഷിക്കുന്നത്. ദൈവം കാലാവധി തീർന്നപ്പോൾ ഭരണം തിരിച്ചു പിടിക്കുകയാണ്. അതിന് നടത്തപ്പെടുന്ന യുദ്ധങ്ങളും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ്. ഏകദേശം 26-ാം വാക്യം മുതൽ താഴേക്ക് വരുമ്പോഴേക്കും കാണാൻ കഴിയുന്നു, അവൻ്റെ ആധിപത്യം എടുത്തു കളയുന്നു, അത്യുന്നതൻ്റെ വിശുദ്ധന്മാർക്ക് അധികാരം ലഭിക്കുന്നു, അതോടനുബന്ധപ്പെട്ട് അവൻ്റെ രാജ്യത്വം, ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമായി നിലനിൽക്കുന്നു. ആ ആധിപത്യം എല്ലാം ഏറ്റവും ശ്രേഷ്ഠകരമായ നിലവാരത്തിൽ ദൈവമായ കർത്താവ് ക്രമീകരിക്കുന്നു.
ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പരാമർശിക്കുന്ന വാചകമാണ് ദാനിയേൽ പറയുന്നു, ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകളായി, അഥവാ ഈ സമാപ്തി എന്നെഴുതിയിരിക്കുന്നതിൻ്റെ മുമ്പുള്ള വാചകങ്ങളൊക്കെ വലിയ കോളിളക്കങ്ങളാണ്. ദൈവമില്ലേ എന്ന് പോലും ചോദിച്ചു പോകുന്ന സന്ദർഭങ്ങൾ ആ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാനും ഗ്രഹിക്കാനും കഴിഞ്ഞിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്ന് താണ ഭൂമിയിലേക്ക് ശ്രദ്ധിക്കുകയേ ചെയ്യാത്ത കാലം. കാരണം ദൈവത്തിൻ്റെ തിരുസഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെട്ടു. ദൈവത്തിന് വേണ്ടവരെയെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന ഘട്ടങ്ങളിൽ ദൈവം വിവിധ രീതിയിൽ ഇവിടുന്ന് മാറ്റി. അതിനുശേഷം ലോകം സാത്താന് ഈ ലോകക്കാരുടെ മുമ്പിൽ കൊടുത്തിരിക്കുക. ആ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ യാതൊരു നിയന്ത്രണങ്ങളും ഇവിടെ ഇല്ലാത്ത ഒരു കാലം. പ്രാർത്ഥിക്കാൻ ആളില്ല, ദൈവത്തോട് ഇടിവിൽ നിൽക്കാൻ ആളില്ല. അതിൻ്റേതായിരിക്കുന്ന അപജയങ്ങൾ ഭയങ്കരമായിട്ട് ഇവിടെ വല്ലായ്മകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അത് കഴിഞ്ഞിട്ട് പിന്നെ ദൈവമായ കർത്താവ് എതിർ ക്രിസ്തുവിനെ നീക്കി ഭരണം തിരിച്ചു പിടിക്കുന്ന ഒരന്തരീക്ഷം ഞാൻ പറഞ്ഞല്ലോ. ആ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാവുന്നു കാര്യങ്ങളുടെ സമാപ്തി. ഇന്ന് ഞാൻ ഈ ഒരൊറ്റ വാചകം മാത്രം, എതിർ ക്രിസ്തുവിനെയോ അന്നത്തെ ഭരണത്തെ ഒന്നും ഒരു ബൈബിൾ ക്ലാസ് മോഡലിൽ പഠിപ്പിക്കാനോ പറയാനോ അല്ല നമ്മൾ ഈ അല്പസമയം കൊണ്ട് ശ്രമിക്കുന്നത്. ഈ ഒരൊറ്റ വാചകം എൻ്റെ മനസ്സിനെ നന്നായിട്ട് ശരിക്കും സ്പർശിച്ചു. അതിൻ്റെ കാരണം, ഏതൊരു കാര്യത്തിനും ഒരു സമാപ്തി ഉണ്ടാവും. ഏതൊരു കാര്യത്തിനും. നിങ്ങൾക്കിന്ന് പ്രശ്നം കാണും. ഇന്ന് നിങ്ങൾ പലരും പറയുന്നുണ്ടായിരിക്കും, എന്താ ദൈവദാസനെ, ദൈവം പ്രവർത്തിക്കുന്നില്ലേ, ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന വിഷയങ്ങൾ കാണും. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇത്രയും കരഞ്ഞ് നിലവിളിച്ചിട്ട് ഒരു കാര്യത്തിനും ഒരു നീക്കുപോക്കില്ലല്ലോ എന്ന് പറയുന്ന വിഷയം കാണും. ഒരു 7 വർഷക്കാലം അവിടെ കിടന്ന് ഭയങ്കര പിടിവലിയല്ലേ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലം. അന്ന് ഈ ലോകത്ത് മനുഷ്യരുണ്ട്. അന്നും അനുഭവിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായി മരണം കൊതിക്കുന്നു മനുഷ്യൻ എന്നാണ് മറ്റു ചില പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്രയ്ക്ക് ഭാരമായിരിക്കും അന്ന് ജീവിച്ചിരിക്കാൻ. പക്ഷേ അങ്ങനെ ആ കാലം നീണ്ട് ഒന്നുമല്ലാത്ത നിലവാരത്തിൽ ഈ ലോക സംഭവങ്ങൾക്കൊരസ്തമയം ദൈവം വെച്ചിട്ടില്ല. കാര്യങ്ങൾക്കൊരു സമാപ്തിയുണ്ട്. കാര്യങ്ങൾ തിരിച്ചു പിടിക്കുന്നൊരു ദൈവമുണ്ട്. അതാണ് ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വന്നു കയറിയത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങളോടും പറയാം. ഇപ്പോൾ കാര്യം ഒന്നുമായി കാണുകയില്ല. തിളച്ചു മറിയുന്ന ഒരു എണ്ണപ്പാത്രം പോലെയായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ പരിസ്ഥിതി. ഉരുകി ഒലിക്കുന്ന മെഴുകുതിരി പോലെ നിങ്ങൾ ഇഞ്ചിഞ്ചായി ഉരുകുന്ന സമയമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് 28-ാം വാക്യത്തിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല ദൈവദാസനെ എന്നോട് പറയുന്നവരുണ്ട്. ദൂരത്തിരുന്നു കൊണ്ട് അതൊക്കെ വോയിസ് മെസ്സേജായിട്ടൊക്കെയായിട്ട് കേൾക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരു വാക്കെങ്കിലും പറയും, ദൈവമേ പിടിച്ചു നിൽക്കാനുള്ള കൃപ കൊടുക്കണേ, ഈ കാലങ്ങൾ മാറി വരണേ, ദൈവം അവരോട് കൂടെ ഉണ്ടെന്ന് തെളിയിക്കണേ എന്നൊക്കെ ഒരു വാക്ക്, ആരുടെ ഗദ്ഗതത്തിൽ കലർന്ന സങ്കടത്തിൻ്റെ ഒരു വോയിസ് കേട്ടാൽ, ഒരു ടെക്സ്റ്റ് മെസ്സേജ് കണ്ടാൽ, ഒരു വാക്കെങ്കിലും ദൈവത്തോട് ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്, ഇനിയും പറഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സ് ഇന്ന് ഈ 28-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് ഒരല്പസമയം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്നിട്ട് ഇങ്ങനെയാകുന്നു കാര്യങ്ങളുടെ സമാപ്തി എന്ന വാക്ക് കണ്ടോ, വിശ്വസിക്കണം. ഈ കാര്യങ്ങൾ തന്നെത്താൻ അവസാനിക്കുകയല്ല. കുറേ കഴിയുമ്പോൾ തീ കെടുന്നത് പോലെ തന്നെ കെട്ടോളുമെന്നുമല്ല. ദൈവം കാര്യങ്ങൾക്ക് സമാപ്തി വരുത്തും. ഭക്തനായിരിക്കുന്ന ദാവീദാൻ തോന്നുന്നു സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ദൈവം എനിക്ക് സമാപ്തി വരുത്തും എന്നൊരു വാക്കുണ്ട്. പ്രിയരേ, കാര്യങ്ങൾക്ക് സമാപ്തി വരുത്തുന്ന ദൈവമുണ്ട്. ഒരു മനുഷ്യ ജീവിതം, ഒരു ഭക്തൻ്റെ ജീവിതത്തിന് സമാപ്തി വരുത്തുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ വിഷയത്തിന് ദൈവം ഒരു സമാപ്തി വരുത്തും. അന്നെങ്ങനായിരിക്കും? മുകളിലും താഴെയൊക്കെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ വേണമെങ്കിൽ, നിങ്ങളുടെ വിഷയത്തിന് ദൈവം ഒരു സമാപ്തി വരുത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മുകളിലേക്കുള്ള 2-3 വാക്യങ്ങൾ കയറ്റി വായിച്ചു. അവിടെയൊക്കെ എഴുതിയിരിക്കുന്നത്, പല കാര്യങ്ങളും ഇളക്കാനും പറിക്കാനൊക്കെ ശത്രു നോക്കും, ഒന്നും നടന്നില്ല.
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവനെ ഇറക്കി വിട്ടു. എന്നിട്ട് ദൈവം കാര്യങ്ങൾ തിരിച്ചു പിടിച്ചു. അത്രയേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഈ ഭാഗത്തെ എഴുതിയിരിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണമെന്ന് വരാനിരിക്കുന്ന വലിയ സംഭവം. അതിനെ ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങളോട് പറയാം, തലപുകയേണ്ട, ഭാരപ്പെടേണ്ട. ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു സമാപ്തി വരുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വെള്ളം കയറി കിടക്കുന്നത് പോലെ ഭാരം കയറി കിടക്കുന്നെങ്കിൽ സ്വർഗം അതൊക്കെ ഇറക്കിക്കളയും. ആരോ നിങ്ങളുടെ അധികാരങ്ങളെ കൈവശം വെച്ചിരിക്കുന്നു. നിങ്ങളുടെ അവകാശം മറ്റൊരാൾ അനുഭവിക്കുന്നു. നിങ്ങളുടെ അവകാശത്തിന്മേൽ മറ്റൊരുത്തൻ കൊടിനാട്ടിയിരിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന നന്മകൾ ആരോ പിടിച്ചു വെച്ചിരിക്കുന്നു. നിങ്ങളെ വല്ലാതെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നു. അതിൻ്റെ എല്ലാ ചരടുവലികളും അകത്ത് നടക്കുന്നു. ഗൂഢാലോചനകൾ വരെ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ എന്തായിരിക്കുമെന്ന് എല്ലാവരും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരോട് സന്തോഷത്തോടും തൻ്റെ ഇടമായിട്ട് മറുപടി പറയുക. ഇങ്ങനെ ഇത് ഒരുപാട് പോകില്ല. ഇതിനൊക്കെ ഒരു കാലാവധിയുണ്ട്. അത് കഴിയുമ്പോൾ കാര്യങ്ങളുടെ സമാപ്തി ദൈവം വരുത്തും. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം, സമാപ്തി കാണുവോളം നിങ്ങൾ കാത്തിരിക്കണം. ചിലരോട് സഹിച്ചും ക്ഷമിച്ചും പിടിച്ചു നിൽക്കണം. ദൈവസന്നിധിയിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ കാര്യങ്ങളുടെ സമാപ്തി കാണാൻ അവസരമുള്ളവർ ഭാഗ്യമുള്ളവരാണ്. ദൈവം ചില വിഷയത്തിന് സമാപ്തി വരുത്തും. കോടതിയല്ല, വീട്ടുകാരല്ല, നമ്മൾ തന്നെത്താനെ അങ്ങ് തീരുമാനിക്കാം, എന്നാൽ ഞാനങ്ങ് തീർന്നേക്കാം, എല്ലാവരുടെയും വിഷമം തീരുമല്ലോ. അങ്ങനെയല്ല സമാപ്തി വരുത്തേണ്ടത്. ദൈവത്തെ ഭരമേൽപ്പിക്കുക. സ്വർഗം ഏത് തീ പിടിച്ച വിഷയത്തിനും സമാപ്തി വരുത്തും. ഏത് മല്ലൻ എതിരാളി എടുത്ത് പോരാടുന്ന വിഷയത്തിനും സമാപ്തി വരുത്തും. ദൈവം സമാപ്തി വരുത്തുന്നത് വരെ ക്ഷമിക്ക്. ഒത്തിരി നീണ്ടുപോകില്ല. ഇത്രയൊക്കെ ഉള്ളൂ കാലാവധി. അതിൽ കൊള്ളുന്ന അവസരം ദൈവം കൊടുത്തില്ലല്ലോ. എന്തുകൊണ്ട് 70 വർഷം ബാബിലോണിൽ പോയി അടിമകളായിരിക്കാൻ അവസരം കൊടുത്ത ദൈവം 70 വർഷം എതിർ ക്രിസ്തുവിന് കൊടുത്തില്ല? 7 വർഷമല്ലേ കൊടുത്തോളൂ, ചുരുങ്ങിയ കാലം. അത്രയൊക്കെ കൊടുക്കുള്ളൂ. അത് കഴിയുമ്പോൾ കർത്താവ് തിരിച്ചു പിടിക്കും നിങ്ങളെയും നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങളുടെ അവകാശത്തെയും. അതുവരെ എന്തോ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ട്. സമാപ്തി വരുത്തുന്നത് വരെ ക്ഷമിക്ക്. അത് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. അതെന്താകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ദൈവമാണോ സമാപ്തി വരുത്തുന്നത്? നന്നായിട്ടേ വരുത്തത്തുള്ളൂ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരുപാട് കാര്യങ്ങൾ തിരുസന്നിധിയിൽ കണ്ണുനീരിൽ ചാലിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ പാദപീഠത്തിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി ആളുകൾ, ഇത് കേൾക്കുന്നവർ ഒരുപാട് പേർ. കർത്താവേ, ഇത് ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കുറേ കാര്യങ്ങളുടെ സമാപ്തി വരുത്തുന്ന മാസമായി ഈ മാസത്തെ തീർക്കണേ. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഈ മാസാവസാന ദിവസത്തിന് മുമ്പ് ഒത്തിരി വിഷയങ്ങൾ നീറുന്നത്, അഗ്നിപർവ്വതം പോലെ പുകയുന്നത്, ആ വിഷയങ്ങൾക്ക് സമാപ്തി വരണേ, വരുത്തണേ, ദൈവത്താൽ സംഭവിക്കണേ. അത് കാണാനുള്ള ഭാഗ്യം എൻ്റെ കേൾവിക്കാർക്കും ഞങ്ങൾക്കും ഉണ്ടാകണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.